ഇങ്ങനെ കറി വെച്ചാൽ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും കേട്ടോ. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു വെണ്ടക്ക കറിയാണിത്. ഉപ്പേരി ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക ഇതുപോലെ കട്ടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറേ സമയം കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ വെണ്ടയ്ക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു 5-6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു 3-4 പച്ചമുളക് കട്ടാക്കിയിട്ടതും അതുപോലെ തന്നെ ഒരു ഉള്ളിൻ്റെ പകുതി കട്ടാക്കിയിട്ടതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെണ്ടയ്ക്കയും അതുപോലെ തന്നെ 1 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.